തൃശൂർ കുന്നംകുളം പഴഞ്ഞി MD കോളേജിന് സമീപമുള്ള വീട്ടിൽ നാലംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യാശ്രമം. പിതാവും മകളും മരിച്ചു. ഭാര്യയെയും മകനെയും ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ഈ കൂട്ട ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? 2 പേർ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേർ ഗുരുതരാവസ്ഥയിലുമാണ്. ഇന്ന് പുലർച്ചെയാണ് ആ സംഭവം. ഈ കുന്നംകുളം MD കോളേജിന് സമീപമുള്ള വീട്ടിൽ നാലംഗ കുടുംബമാണ് കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചത്. പിതാവും മകളും മരണപ്പെട്ടു കഴിഞ്ഞു. പഴഞ്ഞി അരുവായി MD കോളേജിന് സമീപത്ത് താമസിക്കുന്ന മാടക്കപ്പറമ്പിൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. അതുപോലെ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സിബിയെ കിണറ്റിലും മകൾ അലീനയെ വീട്ടിനകത്ത് തൂങ്ങി വെച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ അവശരായിട്ടാണ് കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ സിബിയുടെ ഭാര്യയും മകനും ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഈ സിബി. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾ നാട്ടിലെത്തിയത്. കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് ഈ ഒരു കൂട്ട ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്ന പ്രാഥമിക നിഗമനം. ഈ വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം എത്തിയാണ് കിണറ്റിൽ നിന്ന് ഗൃഹനാഥന്റെ മൃതദേഹം പുറത്തെടുത്തത്. മരിച്ച മകളുടെയും ഗൃഹനാഥന്റെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മാതാവിനെയും മകനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എല്ലാവരും വിഷം കഴിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ഈ മകൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അറിയിച്ചത്, ഈ ആത്മഹത്യാശ്രമം വിളിച്ചറിയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസും പറയുന്നത്. പോലീസ് എത്തി നോക്കിയ സമയത്ത് അവശ നിലയിലായിരുന്നു അമ്മയും മകളും ഈ ഗൃഹനാഥനും മരിച്ച നിലയിലുമായിരുന്നു. ഗൃഹനാഥന്റെ മൃതദേഹം കിണറ്റിലായിരുന്നു. മകൾ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകാതെ അതിന്റെ മനോവിഷമത്തിൽ കുടുംബം കൂട്ട ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസും പറയുന്നത്. എന്തായാലും ഇതിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ശരി, തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.